ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത്. ഈശോയുടെ സമുഖത്തേക്ക് അനേക ജനങ്ങൾ ഓടിക്കൂടി. അപ്പോൾ ഒരു സിനഗോഗ് അധികാരിയായ ജൈറോസ് അവൻ്റെ മകൾ രോഗാവസ്ഥയിലാണ് എന്ന വിവരം ഈശോയെ ധരിപ്പിച്ചു. ഈശോയോട് പറഞ്ഞു, നീ വന്ന് സ്പർശിച്ച് അവളെ സുഖപ്പെടുത്തണമേ. ഈശോ തൻ്റെ ശിഷ്യന്മാരും വലിയ ജനക്കൂട്ടവുമായി ജൈറോസിൻ്റെ കൂടെ പോവുകയാണ്. 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്കുള്ള പണമെല്ലാം ചെലവഴിച്ച് പല വൈദ്യന്മാരെ കാണുകയും ചികിത്സിക്കുകയും ചെയ്തിട്ടും സമ്പത്തും നഷ്ടപ്പെടുകയല്ലാതെ അവളുടെ രോഗങ്ങൾ ഒന്നിനൊന്നിനെ മോശമാകുന്നതല്ലാതെ സൗഖ്യം അവൾക്ക് ലഭിച്ചില്ല. അവൾ ഈശോയെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അവൾ ഈ തിരക്കി പോകുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നു ചെന്ന് ഈശോയുടെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടു. അവൾക്കറിയാം, ഈശോയെ ഒന്ന് സ്പർശിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കും എന്നവൾക്കറിയാമായിരുന്നു. അവൾ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടപ്പോൾ തന്നെ ഈശോ തിരിഞ്ഞ് ജനക്കൂട്ടത്തോട് പറഞ്ഞു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? കാരണം യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട വിവരം ഈശോ അറിയുകയാണ്. അവൾ സൗഖ്യപ്പെട്ടു എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, ആരാണ് എൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടത്? ഇത്രയും ജനക്കൂട്ടങ്ങൾ തിരക്കി പോകുമ്പോൾ ഈശോയുടെ വസ്ത്രത്തിൽ ആരാ തൊട്ടതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്രയോ പേര് ആ വസ്ത്രത്തിൽ തൊട്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ശിഷ്യന്മാർ ഇത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ചുറ്റും ഇത്രയേറെ ജനങ്ങൾ തിരക്കി വരുമ്പോൾ ആരാണ് നിന്നെ സ്പർശിച്ചത് എന്ന് എങ്ങനെ അറിയും? അവൾ ഇത് കേട്ട് ഭയന്ന് ഈശോയുടെ കാൽക്കൽ വീണ് അവൾ തനിക്കുണ്ടായ അനുഭവങ്ങളും സത്യങ്ങളും അവൾ തുറന്നു പറഞ്ഞു. ഈശോ അവളോട് പറഞ്ഞത് മകളെ എന്നാണ്. സ്വാന്തനത്തിൻ്റെ വാക്കാണ്. മകളെ, നീ സമാധാനത്തോടെ പോവുക. എല്ലാ വ്യാധികളിൽ നിന്നും നീ അകന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അവൾ സമൂഹത്തിനു മുമ്പിൽ നിഷിദ്ധമായ ഒരു വ്യക്തിയാണ്. ലേവ്യരുടെ പുസ്തകം 15-ാം അധ്യായം 19 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ ഋതുമതിയായ സ്ത്രീയും രക്തസ്രാവം ആകുന്നതുകൊണ്ട് അശുദ്ധിയുള്ളതായിട്ടാണ് കണക്കാക്കുക. ഋതുമതിയുടെ കാലഘട്ടം കഴിഞ്ഞ് 7 ദിവസത്തേക്ക് അവൾ അശുദ്ധമായിരിക്കും. അതിനുശേഷം എന്തൊക്കെ ചെയ്യണം എന്നവിടെ പറയുന്നുണ്ട്. നീ കുളിക്കണം, നിന്റെ വസ്ത്രങ്ങൾ കഴുകണം, 7 ദിവസം കഴിയുമ്പോൾ നീ ശുദ്ധിയുള്ളതായി മാറും. അങ്ങനെ ഈ രക്തസ്രാവം നിലയ്ക്കാത്ത സ്ത്രീകളെയും അശുദ്ധരായിട്ടാണ് കണ്ടിരുന്നത്. അശുദ്ധരായാൽ ആ വ്യക്തി ആരെങ്കിലും സ്പർശിച്ചാൽ അവരും ആ ദിവസം അശുദ്ധമാണ്. അവരേതെങ്കിലും വസ്തുക്കളിലോ പാത്രങ്ങളിലോ അവൾ ഇരിക്കുന്ന സ്ഥലവും എല്ലാം അശുദ്ധമാണ്. അവൾ ഉപയോഗിക്കുന്ന വസ്ത്രവും അശുദ്ധമാണ്. അവൾക്ക് ആരുടെ കൂടെയും വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എല്ലാവരാലും അകറ്റി നിർത്തപ്പെടുന്ന, അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ഓർക്കുക, ഇത്രയേറെ വേദനിക്കുന്ന ഒരു സ്ത്രീയുടെ മനോഭാവം. പല വൈദ്യന്മാരെ കാണിച്ചിട്ടും അവൾക്ക് സൗഖ്യം ലഭിച്ചില്ല. ഈശോ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നുള്ള ആഴമായ ഒരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നുകൊണ്ടാണ് അവൾ ജനക്കൂട്ടത്തിൽ ചെന്ന് തിരക്കി യേശുവിൻ്റെ വസ്ത്രത്തെ തൊടുവാൻ തയ്യാറായത്. അത് അവൾക്ക് അനുഗ്രഹമായി മാറി. എന്നാൽ എത്രയോ പേര് ഈശോ തിരക്കിൽ എത്രയോ പേര് ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടിട്ടുണ്ട്, ഈശോയുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട്.
അവരിലേക്കൊന്നും ശക്തി ഒഴുകിയതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. എന്താണ് കാരണം? വിശ്വാസത്തിൻ്റെ ആഴമാണ്. ഇന്ന് നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എല്ലാം വലിയ തിക്കും തിരക്കുമാണ്. ചില ദേവാലയങ്ങളിൽ കുരിശിൻ്റെ ചുവട്ടിൽ എല്ലാം വലിയ തിക്കും തിരക്കുമാണ്. ഈ തിക്കും തിരക്കി നമ്മൾ നേർച്ച കാഴ്ചകൾ നിറവേറ്റുമ്പോൾ അതിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം ഒന്ന് അളക്കുന്നത് നല്ലതാണ്. ഞാൻ ഈശോയെ പ്രതിയാണ് ഇത് ചെയ്യുമ്പോൾ ഈശോയിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ ശക്തി എന്നിലേക്ക് ഒഴുകിയെത്തും എന്നൊരു വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചവരെല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ആ പ്രക്രിയ തുടരുക. എത്രയോ ജനലക്ഷങ്ങളാണ് ഇങ്ങനെയുള്ള നേർച്ച കാഴ്ചകൾ ചെയ്യുക. എല്ലാവർക്കും ഈ രീതിയിലുള്ള സൗഖ്യമുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾക്കറിയില്ല. എന്നാൽ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ ആഴമുള്ള വിശ്വാസത്താൽ നമ്മൾ അവനെ സ്പർശിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമായി മാറുന്നു. പ്രിയ സഹോദരങ്ങളെ, ആഴമായ ഈ ബോധ്യം നമ്മൾക്കുണ്ടാകട്ടെ. നമ്മൾ എന്ത് ചെയ്താലും അത് നന്മയുള്ളതായി തീരട്ടെ. ഈ സ്ത്രീയെ മകളെ എന്ന് വിളിക്കുമ്പോൾ ഒരു സാന്ത്വനത്തിൻ്റെ വാക്കാണ്. നമ്മളിൽ നിന്നും അധികാരത്തിൻ്റെ വാക്കുകളല്ല പുറപ്പെടേണ്ടത്, ശാന്തതയുടെ, സമാധാനത്തിൻ്റെ വാക്കുകൾ പുറപ്പെടട്ടെ. നമ്മൾ ഏത് സാഹചര്യത്തിലും ഏത് മണ്ഡലത്തിലും ആണെങ്കിലും അവിടെയെല്ലാം ഈ ശാന്തതയുടെ വാക്കുകൾ ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നീ സുഖം പ്രാപിച്ചിരിക്കുന്നു. ഈശോയുടെ വാക്കുകളാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ശാന്തമായി പോകും, സമാധാനത്തോടെ പോകുക. സ്നേഹമുള്ളവരെ, ആഴമേറിയ വിശ്വാസാനുഭവത്തോടു കൂടി ഈശോയെ സ്പർശിക്കുവാൻ നമുക്ക് തയ്യാറാകാം. വിശ്വാസികൾ പല രീതിയിലാണ് ഈശോയെ ദർശിക്കുക. ഒന്ന് വചനത്തോടെ ദർശിക്കുന്നു, രണ്ടവൻ്റെ ശരീര രക്തങ്ങളോടെ നമ്മൾ അവനെ സ്വീകരിക്കുന്നു, ചിലർ ബോധ്യങ്ങളിലൂടെ സ്വീകരിക്കുന്നു, ചിലർ അധികാരികളിലൂടെ സ്വീകരിക്കുന്നു. സ്നേഹമുള്ളവരെ, എന്തു തന്നെയാണെങ്കിലും നിന്റെ ചിന്ത ഈശോയിലായിരിക്കട്ടെ. ഈശോ നിന്നെ തൊടും, അല്ലെങ്കിൽ നീ ഈശോയെ തൊടും. നിന്റെ ജീവിതത്തിൽ സൗഖ്യങ്ങളുണ്ടാകും. അവൻ സമാധാനം നിനക്ക് നൽകും. എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി. ത്രിയേക ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.